BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി ആസ്റ്റർ DM ഹെൽത്ത് കെയർ പരിക്കേറ്റവർ ചികിത്സ നൽകുന്നതിന് പുറമെ 4 കോടി രൂപയുടെ സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 1.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകും. വീടുകൾ പുനർനിർമ്മിക്കാൻ 2.5 കോടി രൂപയും ചെലവഴിക്കും. വയനാട്ടിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ദുരിതത്തിലകപ്പെട്ട നിരവധി ആളുകൾ ചികിത്സയിലുണ്ട്. ഇവർക്ക് ചികിത്സ സൗജന്യമായിരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. ഉറ്റവരെയും മൂടവരെയും നഷ്ടമായ വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ വിഷമഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാനും ദുരിതബാധിതർക്ക് ആധുനിക ചികിത്സ നൽകാനും അവസരമൊരുക്കിയ സംസ്ഥാന സർക്കാരിനോടുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു. ആസ്റ്റർ മെഡ്സിറ്റി, ആസ്റ്റർ മിംസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ദുരന്തബാധിത മേഖലയിൽ സജീവമാണ്. സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്നാണ് ഇവിടുത്തെ ചികിത്സ ഏകോപിപ്പിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കൈക്ക് സമീപവും ആസ്റ്റർ വോളണ്ടിയേഴ്സിന്റെ സംഘം ദുരന്തമുണ്ടായ ആദ്യ ദിവസം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ഇവർക്കൊപ്പം ഒരു സഞ്ചരിക്കുന്ന മെഡിക്കൽ യൂണിറ്റുമുണ്ട്. ശുദ്ധമായ കുടിവെള്ളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളും സംഘം വിതരണം ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനത്തിന്റെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന 6-അംഗ സംഘത്തെ 6.5 കിലോഗ്രാം കഞ്ചാവുമായി ബിനാനിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പഴഞ്ഞി പൊന്നാനംകാട് വീട്ടിൽ ഹബീബ്, ഗുരുവായൂർ ഇരിങ്ങാപ്പുറം കറുപ്പം വീട്ടിൽ സുൽഫത്ത്, പൂക്കാട്ടുപടി പാറയിൽ അമൽ ജോസഫ്, എടത്തല കുഴിവേലിപ്പടി പ്ലാമൂട്ടിൽ സുദീപ് ബാബു, കുഴിവേലിപ്പടി പ്ലാമൂട്ടിൽ സുജിത്ത് ബാബു, കുന്നംകുളം കരിക്കാട് പുത്തെഴുത്ത് അബു താഹിർ എന്നിവരാണ് പിടിയിലായത്. ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരാണ് പ്രതികളെന്നും പോലീസ് പറഞ്ഞു. 1 മാസമായി കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഏലൂക്കരയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഇവരുടെ കാറിന് പോലീസ് കൈ കാണിച്ചെങ്കിലും നിർത്തിയില്ല. പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. ഇവരിൽ 2 പേർ വേറെയും കേസുകളിൽ പ്രതികളാണ്. ഡിവൈഎസ്പി TR രാജേഷ്, ഇൻസ്പെക്ടർ VR സുനിൽ, SIOമാരായ അരുൺ ദേവ്, VS പ്രമോദ്, KV സോജി, ASIമാരായ അബ്ദുൾ റഷീദ്, ജോയു വഗേസ്, സീനിയർ CPOമാരായ KS സ്നേഹലത, ജിഞ്ചു മത്തായി, CPO R രതീഷ് കുമാർ എന്നിവർ അന്വേഷണത്തിൽ പങ്കെടുക്കും. മത്സ്യബന്ധനത്തിനിടെ ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ അനിൽകുമാറിനെ കണ്ടെത്താൻ ഒരു ശ്രമവും അധികൃതർ നടത്തുന്നില്ലെന്നും കടുത്ത അനീതിയാണ് താന്തോണിത്തുരുത്ത് ദ്വീപ് നിവാസികളോട് കാണിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി KLCA ബോൾഗാട്ടി യൂണിറ്റ്, ദ്വീപ് ജനകീയ കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ ബോൾഗാട്ടി ജെട്ടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. അനിൽകുമാറിനും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് പരിശോധിക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും സംഗമത്തിൽ ആവശ്യമുയർന്നു. അധികൃതർ താന്തോണിത്തുരുത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും ആരോപിച്ചു. ഫാദർ ജോൺ ക്രിസ്റ്റഫർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഷെറി ജെ തോമസ്, അബ്ബാസ് എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു. നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണമുന്നയിച്ച് മൂവാറ്റുപുഴ നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. മുനിസിപ്പൽ ഉദ്യോഗസ്ഥരോടുള്ള സെക്രട്ടറിയുടെയും ചെയർമാന്റെയും മോശം പെരുമാറ്റം അവസാനിപ്പിക്കുക, ശുചീകരണ തൊഴിലാളികളോടുള്ള തെറ്റായ നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യോഗം ബഹിഷ്കരിച്ചത്. നഗരസഭാ ഓഫീസിൽ നിന്ന് 60 ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ചെയർമാനും സെക്രട്ടറിയും നിരന്തരം അപമാനിക്കുന്നതിനാലാണ് ഇത്രയധികം പേർ സ്ഥലം മാറ്റ അപേക്ഷ നൽകിയിരിക്കുന്നത് െന്നും ഇവർ ആരോപിച്ചു. ശുചീകരണ തൊഴിലാളികളെ രാഷ്ട്രീയ പ്രേരിതമായി സസ്പെൻഡ് ചെയ്യുകയാണെന്നും ഇടത് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. എല്ലാ വെള്ളിയാഴ്ചകളിലും നാട്ടിലേക്ക് പോകുന്ന നഗരസഭാ സെക്രട്ടറി തിരിച്ച് ജോലിക്ക് എത്തുന്നത് ബുധനാഴ്ചയാണെന്നും ഈ ദിവസങ്ങളിൽ ഹാജർ രേഖപ്പെടുത്തി ശമ്പളം കൈപ്പറ്റുന്നുവെന്ന ഗുരുതര ആരോപണവും ഇവർ ഉന്നയിച്ചു. ബഹിഷ്കരണ ശേഷം ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കൌൺസിലർ KG അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപസമിതി അധ്യക്ഷന്മാരായ നിസ അഷ്റഫ്, മീര കൃഷ്ണൻ, കൌൺസിലർമാരായ PV രാധാകൃഷ്ണൻ, PM സലീം, ഫൗസിയ അലി, നെജില ഷാജി, സുധ രഘുനാഥ്, VA ജാഫർ, സാദിഖ് എന്നിവർ പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന നഗരത്തിലെ വെള്ളൂർകുന്നം കോർമലയിലും അരക്കുഴ പഞ്ചായത്തിലെ മുതുക്കല് കോളനിയിലും താമസിക്കുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. കോർമലയിലെ 5 കുടുംബങ്ങളോടും മുതുക്കലിലെ 15 കുടുംബങ്ങളോടും താൽക്കാലികമായി മാറി താമസിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ റവന്യൂ വിഭാഗം നടപടി ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം നോട്ടീസ് കിട്ടിയെങ്കിലും പല കുടുംബങ്ങളും മാറാൻ തയ്യാറായിട്ടില്ല. 2015 ജൂലൈ 5 കനത്ത
മഴയിലാണ് നഗരമധ്യത്തിലെ കോർമല കുന്ന് ഇടിഞ്ഞ MC റോഡിൽ പതിച്ചത്. 9 വർഷം മുൻപ് ശക്തമായ മഴയിൽ MC റോഡിലേക്ക് ഇടിഞ്ഞു വീണ കോർമല ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നുണ്ട്. ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കും IBയും അടക്കം സ്ഥിതി ചെയ്യുന്ന മല മണ്ണിടിച്ചിലിനെ തുടർന്ന് സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കുമെന്ന പ്രഖ്യാപനം നടന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞു. MC റോഡിന് സമാന്തരമായി ITR ജംഗ്ഷൻ മുതൽ NSS കവല വരെ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിന്റെ ഒരു ഭാഗം 100 അടിയിലേറെ ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞ MC റോഡിലേക്ക് പതിച്ചത്. മലയിടിച്ചിലിൽ ബഹുനില മന്ദിരമടക്കം മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചിരുന്നു. മഴ ശക്തമാകുന്നതോടെ ഇടയ്ക്കിടെ ചെറിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കോർമലയിലെ മണ്ണിടിച്ചിൽ മഴ കനക്കുന്നതോടെ രൂക്ഷമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെയും ജനറൽ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബുക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറി ആൻഡ് റീഡിംഗ് കോർണർ വ്യാഴാഴ്ച പൊതുജനങ്ങൾക്കായി സമർപ്പിക്കും. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്യും. TJ വിനോദ് MLA അധ്യക്ഷത വഹിക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ട്രോമ കെയർ ബ്ലോക്ക് എന്നിവിടങ്ങളിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി സെക്രട്ടറി KB അജിത് കുമാറാണ് നിർദ്ദേശം സമർപ്പിച്ചത്. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷായുടെ മുൻകൈയിൽ സംരംഭം യാഥാർത്ഥ്യമാവുകയായിരുന്നു. സമീപത്തെ രജിസ്ട്രി സ്വയം രേഖപ്പെടുത്തിയെടുക്കുകയും തിരിച്ചുവെക്കുകയും ചെയ്യാവുന്ന വിധത്തിലാണ് ക്രമീകരണം. പുസ്തകങ്ങൾ രോഗാണുവിമുക്തമാക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷാഹിർ ഷാ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.